പിതൃശൂന്യത ഒരു അലങ്കാരമായിട്ട് കൊണ്ട് നടക്കരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ ആശയങ്ങൾ പ്രചരിപ്പിച്ചാൽ പോരെ. അതാരായാലും ഹിന്ദുക്കളെ നിരീശ്വരവാദിയാക്കുന്ന കമ്മ്യൂണിസം ആണെങ്കിലും, കൊല്ലാക്കൊല ചെയ്യുന്ന ജിഹാദികളാണെങ്കിലും, സൈലന്റ് പോയിസൺ ആയിട്ട് പ്രവർത്തിക്കുന്ന കുഞ്ഞാടുകളാണെങ്കിലും നിങ്ങൾക്കത് താങ്ങില്ല. ഈ ഒരൊറ്റ തീരുമാനം ഹിന്ദുക്കൾ ഒറ്റക്കെട്ടായിട്ട് എടുത്താൽ മതി. എല്ലാ രാഷ്ട്രീയ കോമരങ്ങളും ഹിന്ദുവിന് മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കും. എല്ലാ രീതിയിലും ഒരു ഹൈന്ദവ വിശ്വാസിയായി ഒരു ഹിന്ദു ജീവിക്കുന്നത് മറ്റു ചിലരില് അതിയായ ഭയമുണ്ടാക്കും. നമസ്കാരം. ആദ്യമേ തന്നെ ഒരൊറ്റ അഭ്യർത്ഥന, എല്ലാ വിശ്വാസികളും ഈ വീഡിയോ അവസാനം വരെ ഒന്ന് കാണണം. പിന്നെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ട് ഇന്നത്തെ വീഡിയോ തുടങ്ങാം. അതായത് ജ്ഞാനശക്തി എന്ന ഈ ചാനല് ഒരു ആത്മീയ ചാനലാണ് എന്ന് കരുതി വളരെ സാത്വികമായിട്ട് പതിഞ്ഞ ശബ്ദത്തിൽ മയപ്പെടുത്തി സംസാരിക്കാനൊന്നും എനിക്കറിയില്ല കേട്ടോ. അതുകൊണ്ട് അത്തരം വീഡിയോകൾ എന്നിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. പക്ഷേ സത്യം മാത്രമേ പറയൂ, ഹിന്ദുക്കൾക്ക് നല്ലത് വരുന്നത് മാത്രമേ പറയൂ. അത് ഞാൻ ഉറപ്പുവരാം. അപ്പോ ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. അതായത് ആദ്യമേ തന്നെ പറയാനുള്ളത്, ഹിന്ദുക്കൾ പരിപൂർണമായിട്ടും ഹൈന്ദവ വിശ്വാസികളായിട്ട് ജീവിക്കുന്നത് വേറെ പലരിലും ഭയമാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള സത്യം ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. പണ്ട് തൊട്ടേ തന്നെ മാറി മാറി പല വിഭാഗങ്ങളും ഹിന്ദുക്കൾക്കെതിരെ നടത്തിയിട്ടുള്ള, ഇന്നും നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ കണ്ടാൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും. ഇപ്പോ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നടന്നിട്ടുള്ള ചില ജിഹാദി ആക്രമണങ്ങൾ മാറ്റി നിർത്തിക്കഴിഞ്ഞാല് ബാക്കിയെല്ലാം ഹിന്ദു എന്ന ജനതയ്ക്കെതിരെയല്ല ആക്രമണങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. പകരം ഹൈന്ദവ ആചാരങ്ങൾക്കെതിരെയും അനുഷ്ഠാനങ്ങൾക്കെതിരെയും ആരാധനാലയങ്ങൾക്കെതിരെയുമാണ്. അതായത് എതിരാളികളുടെ ഒരേ ഒരു ആവശ്യം എന്ന് പറയുന്നത് ഹിന്ദുക്കൾ വിശ്വാസികളായിട്ട് ജീവിക്കരുത്, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ നമ്മളുടെ ശക്തി മനസ്സിലാക്കിയാൽ മാത്രം മതി നമുക്ക് വിജയിക്കാം. അപ്പോൾ പറഞ്ഞു വന്നത്, ആക്രമണം അത് ഈ ചാനലിൽ കമന്റുകളുടെ രൂപത്തിലും ധാരാളമായിട്ട് ഇപ്പോൾ വരുന്നുണ്ട്. പിന്നെ നമ്പർ പബ്ലിഷ് ചെയ്യുന്നതുകൊണ്ട് നമ്പറിലേക്കും വരുന്നുണ്ട്. എല്ലാം ഹിന്ദു നാമധാരികൾ തന്നെയാണ് കേട്ടോ. അതിൽ ആദ്യത്തെ ആയുധം എന്ന് പറയാവുന്നത് സവർണൻ അവർണൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ളതാണ്. അവരെ ഞങ്ങൾ ഗൗനിക്കുന്നതേ ഇല്ല. കാരണം ഇവിടെ സമത്വ ഭാരതിയിൽ ആരും ജാതിയോ വർഗമോ ഇതുവരെ പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും ഒരേ സ്ഥാനമാണ് സമത്വ ഭാരതിയിൽ നൽകുന്നത്. അതുകൊണ്ട് അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ആദ്യം ഇവിടെ ഒന്ന് പ്രവർത്തിച്ചിട്ട് കിടന്ന് മോങ്ങിക്കോളൂ എന്ന് മാത്രമാണ്. ഇവിടെ രണ്ട് കണ്ടീഷൻസേ ഞങ്ങൾക്കുള്ളൂ. ഒന്ന് വിശ്വാസികളായിരിക്കണം, രണ്ടാമത്തത് മനുഷ്യനായിരിക്കണം. അതിനിടയിൽ വേറൊരു കാര്യം കൂടി ഞാനൊന്ന് സൂചിപ്പിക്കുകയാണ്. അതായത് വൈഖരി ന്യൂസ് എന്ന് പറയുന്ന ചാനലിലാണ് ഞാനത് കണ്ടത്. അതായത് പി ജയരാജന്റെ ഒരു പ്രസ്താവന, ആഴ്ചയിലൊരിക്കൽ ഹിന്ദുക്കൾ ക്ഷേത്രങ്ങളിൽ ഒത്തുകൂടുന്നത് അപകടമാണ് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന. ഇത് കേട്ടപ്പോൾ എനിക്ക് ചിരിയാണ് വന്നത്. കാരണം ഹിന്ദുക്കൾ ഒന്നിക്കുന്നതിൽ എതിരാളികൾ ഭയപ്പെടുന്നുണ്ട്, അതേപോലെ തന്നെ മറിച്ച് ഒന്നിക്കാൻ ഹിന്ദുക്കളും ഭയപ്പെടുന്നുണ്ട്. അപ്പോ ഇങ്ങനെ കമന്റുമായിട്ടും പ്രസ്താവനകളായിട്ടും വരുന്ന ഹിന്ദുവിനെ ഭയമുള്ള ഭീരുക്കളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ പിതൃശൂന്യത ഒരു അലങ്കാരമായിട്ട് കൊണ്ടു നടക്കരുത് എന്നുള്ളതാണ്. മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ആശയങ്ങൾ പ്രചരിപ്പിച്ചാൽ പോരെ, എന്തിന് ഞങ്ങളുടെ നെഞ്ചത്തോട്ട് കയറുന്നു? ഒപ്പം ഒരൊറ്റ കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഇങ്ങനെ ആക്രമിക്കുമ്പോൾ അത് ഹിന്ദുവിനെ കൂടുതൽ അപകടകാരിയാക്കും. കാരണം അത്രയ്ക്ക് ശക്തമാണ് സനാതനധർമ്മം എന്ന് പറയുന്നത്. ഹിന്ദു ഉണർന്നാൽ പിന്നെ നിങ്ങൾക്ക് അതാരായാലും, ഹിന്ദുക്കളെ നിരീശ്വരവാദിയാക്കുന്ന കമ്മ്യൂണിസം ആണെങ്കിലും, കൊല്ലാക്കൊല ചെയ്യുന്ന ജിഹാദികളാണെങ്കിലും, സൈലന്റ് പോയിസൺ ആയിട്ട് പ്രവർത്തിക്കുന്ന കുഞ്ഞാടുകളാണെങ്കിലും നിങ്ങൾക്കത് താങ്ങില്ല. പിന്നെ അടുത്തൊരു പ്രധാന കമന്റ്, ക്ഷേത്രത്തിലെ വരുമാനം അത് ഹിന്ദുക്കളുടെ ഉന്നമനത്തിന് വേണ്ടി ഉപയോഗിക്കണം എന്നുള്ളതാണ്. ഇവരോട് എനിക്ക് തിരിച്ചൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ഈ കാശൊക്കെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ഇടുന്നത് ആരാ? ജിഹാദികളാണോ? കുഞ്ഞാടുകളാണോ? നിരീശ്വരവാദികളാണോ? അല്ലല്ലോ, നമ്മള് വിശ്വാസികൾ തന്നെയല്ലേ. അപ്പോ അതങ്ങോട്ട് വേണ്ട എന്ന് വെക്കാൻ എന്താ ഇത്ര കുഴപ്പം? ചിദാനന്ദപുരി സ്വാമികൾ അടക്കം എത്രയോ പേരത് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ആരെങ്കിലും അതനുസരിച്ചോ? എന്നിട്ട് ഇരുന്ന് മോങ്ങ. പക്ഷേ പറയാതെ വയ്യാട്ടോ, ഹിന്ദുക്കളെ ഭയപ്പെടുത്തി കയ്യിലുള്ളതും കടം മേടിപ്പിച്ചും ഒക്കെ പണം ക്ഷേത്രത്തിലേക്ക് എത്തിക്കുന്നത് ഹിന്ദുക്കളെ തന്നെ പറ്റിച്ച് ജീവിക്കുന്ന കുറെ ജ്യോതിഷ കോമരങ്ങളാ. എല്ലാരെയും ഞാൻ അടച്ചാക്ഷേപിക്കുന്നില്ല കേട്ടോ. പക്ഷേ ഇതിന്റെ പിന്നില് ഒരു വലിയ ലോബി ഉണ്ട് എന്നുള്ളത് സത്യമാണ്. ഉദാഹരണത്തിന്, പണ്ട് കുറച്ച് നെയ്യ് ക്ഷേത്രങ്ങളിലെ വിളക്കുകളിൽ ഭക്തരൊഴിക്കും. ഇപ്പോഴോ പെട്ടെന്നൊരു സുപ്രഭാതത്തില് കിണ്ടി നെയ്യ് എന്നൊരു വഴിപാട് എല്ലാ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലും വന്നു. അതെങ്ങനെയാ വന്നത്? ദേവസ്വം ലിസ്റ്റ് ചെയ്തു, ജ്യോത്സ്യന്മാര് ചാർത്തെഴുതിയും തുടങ്ങി. അതും ഭൂരിഭാഗം ജ്യോത്സ്യന്മാരും. ഇപ്പോതാ കിണ്ടി മാറി കുടം നെയ്യായി. പണ്ട് ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇനി കൊടുങ്ങല്ലൂരില് വാളും ചിലമ്പും എടുത്ത് പ്രദക്ഷിണം വെക്കുക. പണ്ട് വെള്ളിത്തകടിലോ ചെമ്പ് തകടിലോ വാളിന്റെ രൂപം കൊത്തി ഉഴിഞ്ഞിടാറായിരുന്നു പതിവ്. ഇപ്പോ കുറെ ഭക്തര് വാളും ചിലമ്പും പിടിച്ച് പ്രദക്ഷിണം വെച്ച് ആ വാളങ്ങട് ശ്രീകോവിലിന്റെ ഉള്ളിലേക്ക് കൊടുത്ത് സമർപ്പിക്കും. അത് വീണ്ടും കൗണ്ടറിലേക്ക് തിരിച്ചെത്തും. അതേ വാളും ചിലമ്പും വീണ്ടും മണ്ടൻകാരായ കുറെ ഭക്തര് വീണ്ടും സമർപ്പിക്കും. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, അത് വെറും വാളല്ല,
പള്ളിവാളാണ്. അതായത് വെളിച്ചപ്പെട്ടവൻ മാത്രം കയ്യിലെടുക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അമ്മയുടെ ആയുധം. അതെങ്ങനെയാ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുക? ഇതും കുറെ ജ്യോത്സ്യന്മാര് ഈ അടുത്ത കാലത്ത് തുടങ്ങി വെച്ച പരിപാടിയാണ്. അപ്പൊ പറഞ്ഞു വന്നത്, ഭഗവാന് നേദ്യം മുടങ്ങരുത്, പൂക്കൾ ഇല്ലാതാകരുത്, തിരി കത്തണം, അത്രേ നമ്മൾ നോക്കേണ്ടതുള്ളൂ. ഇനി ഭഗവാന് ദ്രവ്യം സമർപ്പിക്കണം എന്ന് ആർക്കെങ്കിലും നിർബന്ധമാണെങ്കിൽ ഒരൊറ്റ രൂപ നാണയം, അതും തൃപ്പടയിൽ വെക്കുക. ഇനി കൂടുതൽ കൊടുക്കണം എന്ന് നിർബന്ധമുള്ളവരാണെങ്കിൽ എല്ലാം കൂടി ഒരു കുടുക്കയിലിട്ട് വെക്കുക. എന്നിട്ട് കണക്കെഴുതി വെക്കുക. എല്ലാ ഹിന്ദുക്കളും ഇത് ഞങ്ങളെ അറിയിക്കുക, ഞങ്ങളത് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കാൻ തയ്യാറാണ്. എന്നിട്ട് ഈ കണക്കും കൂടി കാണിച്ചിട്ട് 100, 500, 1000, 10,000 കൂടിയാകട്ടെ, നമ്മൾ നമ്മളുടെ ആവശ്യം കൂടി എഴുതി തയ്യാറാക്കി ഓരോ മുന്നണികളെയും അറിയിക്കുക. ഇതൊക്കെ ഏത് മുന്നണി അംഗീകരിക്കുന്നോ അവർക്ക് വോട്ടുള്ളൂ എന്നുള്ള ഒരു കാര്യം നമ്മൾ കൃത്യമായിട്ട് അവരെ ബോധിപ്പിക്കുക. കാര്യം നടപ്പിലാകും എന്ന് ഉറപ്പായാലേ ഓരോ ഭവനങ്ങളിലും നേർച്ചയായിട്ട് സൂക്ഷിച്ചിരിക്കുന്ന കാണിക്ക നമ്മൾ ക്ഷേത്രത്തിൽ എത്തിക്കൂ എന്ന് പറയാം. ഈ ഒരൊറ്റ തീരുമാനം ഹിന്ദുക്കൾ ഒറ്റക്കെട്ടായിട്ട് എടുത്താൽ മാത്രം മതി. എല്ലാ രാഷ്ട്രീയ കോമരങ്ങളും ഹിന്ദുവിന് മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കും. പക്ഷേ അവിടെ എല്ലാ സാമുദായിക സംഘടനകളും ഒന്നിക്കണം. സാമുദായിക സംഘടനാ നേതാക്കള് ഒന്നിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ ആ സംഘടനകൾ ഉപേക്ഷിച്ച് നമ്മൾ ഹിന്ദുക്കള് ഒന്നിക്കാൻ തയ്യാറാവണം. എന്നാലേ സാമുദായിക നേതാക്കൾക്കും ഭയം ഉണ്ടാവൂ. പക്ഷേ പറഞ്ഞിട്ട് എന്ത് കാര്യം? ഗുരുവായൂരിലെ 10 കോടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് തിരിച്ചെത്തിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ദേവസ്വം അക്കൗണ്ടുകൾ അതും വർഷങ്ങളായിട്ട് ഓഡിറ്റ് ചെയ്യിപ്പിക്കാൻ ഇതുവരെ ഹിന്ദുക്കൾക്ക് സാധിച്ചിട്ടില്ല. പക്ഷേ ഞാൻ ഇത്രയും പറഞ്ഞത് ഒരൊറ്റ കാര്യം നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ്. ഹൈന്ദവ ജീവിത രീതി എന്നുള്ളത് ഒരു ശക്തി തന്നെയാണ്. ജീവിതത്തിൽ വിജയിക്കാൻ മാത്രമല്ല, ഏതൊക്കെ ശത്രുക്കളുടെ മുന്നിലും പൊരുതാനുള്ള ആയുധം കൂടിയാണ്. ഇത് മനസ്സിലാക്കി ഹിന്ദുക്കളിലെ തന്നെ കുലംകുത്തികളെ തിരിച്ചറിഞ്ഞ് ഒന്നിച്ചാല് നമുക്ക് നിലനിൽപ്പുണ്ട്. അതിനുവേണ്ടി ഏത് സംഘടനകളായിട്ടും സഹകരിച്ച് പ്രവർത്തിക്കാനും സമത്വഭാരതി തയ്യാറാണ്. പക്ഷേ മുന്നോട്ട് വരേണ്ടത് നമ്മൾ ഓരോ ഹിന്ദുക്കളുമാണ്. നന്ദി, നമസ്കാരം.